പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം എന്റെ 29-ാമത്തെ വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പ്രൈസലോ. അവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നുള്ളതാണ്. പ്രൈസലോ. ആരുടെ? കർത്താവായ യേശുവിന്റെ മുഖം ഏറ്റുകൊണ്ട് കർത്താവിനോട് പഠിക്കണം. ഇവിടെ ജീവിതത്തിൽ വിജയ സാധ്യത, വിജയാഘോഷം നമുക്ക് നടത്തുവാൻ കഴിയണമെങ്കിൽ, വിജയ ജീവിതം നയിക്കണമെങ്കിൽ, നാം പോകുന്ന പാതകളെല്ലാം വിജയം വരിക്കണമെങ്കിൽ, നമ്മൾ പരാജയത്തെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശുവിന്റെ മുഖം ഏറ്റുകൊണ്ട് കർത്താവിൽ നിന്ന് പഠിക്കണം. ഈശ്വരോ അല്ലേ? എങ്കിലേ നമുക്കൊരു ആശ്വാസ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അല്ലേ? നമ്മുടെ ജീവിതയാത്ര എന്നൊക്കെ പറയുന്നത് കുറച്ച് കാലമേ ഉള്ളൂ, അധികം നാളുകളൊന്നുമില്ല. ഈ ലഭിച്ച ജീവിത കാലഘട്ടത്തിൽ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, കർത്താവിൽ നിന്ന് പഠിക്കുന്നെങ്കിൽ നമ്മൾ തളരാതെ നിൽപ്പാൻ കർത്താവ് നമുക്ക് പുതിയ പുതിയ പാഠങ്ങളെ തരും. അല്ലേലൂയ, സ്തോത്രം. അപ്പൊ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ എല്ലാ അഹങ്കാരങ്ങളും നീക്കിക്കളഞ്ഞിട്ട്, അഹങ്കാരം മനുഷ്യൻ പറഞ്ഞ അഹങ്കാരമാണ്, അത് നീക്കിക്കളഞ്ഞിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരണം. ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ എല്ലാം ഉണ്ടായി നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. പ്രൈസലോടലിയ. നമ്മളൊന്നും വില കൊടുത്ത് വാങ്ങണ്ട. കർത്താവിന്റെ സന്നിധി വന്നാൽ ഒന്നും വില കൊടുത്ത് വാങ്ങണ്ട. എല്ലാം വില കൊടുത്ത് വാങ്ങത്തക്ക നിലയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക ചെയ്യുന്നത്. അല്ലേലൂയ. ഇപ്പൊ നമുക്കറിയ സ്തോത്രം. നമ്മുടെ ജനത്തോട് ചോദിച്ചാൽ നമ്മുടെ ജനത്തിന്റെ രീതി എന്താണ്? ചിലരോടൊക്കെ സംസാരിക്കും. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എറണാകുളത്ത് നിന്ന് എന്നെ കാണാനായിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ ഒന്നിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതേവിടെ വന്നതും അതിനുവേണ്ടി ഒന്നിട്ട് പേരെ സമീപിച്ചപ്പോൾ ആ സഹോദരൻ പറയാം, അയ്യോ സാറേ, നിങ്ങൾക്കറിയാവോ, എനിക്കങ്ങ് എറണാകുളത്തുള്ള MLA ആയിട്ട് ഭയങ്കര പിടിയാന്നുള്ളത്. ഞങ്ങൾക്ക് നേതൃത്വം വരെ ഒരുപാട് പിടിയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്റെ സഹോദരൻ, അത് ഞങ്ങളെന്ത് വേണം? നിങ്ങൾക്ക് MLA MP ഒക്കെ ആയിട്ട് ഒരുപാട് പിടിയുണ്ട്. ഞങ്ങൾ അതിന് വന്നതല്ല. നിങ്ങൾ ആരെ പിടിച്ചിരിക്കുന്നു, ആർക്കുമായിട്ട് നിങ്ങൾ പിടിയുണ്ടെന്ന് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ വന്ന് ചോദിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹം പിന്നെ മിണ്ടത്തില്ല. അങ്ങനെ നമ്മൾ ആരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് അങ്ങ് കേന്ദ്രത്തിൽ പിടിയുണ്ട്, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ അങ്ങ് അല്ലെങ്കിൽ UDF നേതാക്കന്മാരുമായിട്ട്, LDF നേതാക്കന്മാരുമായിട്ട്, BJP ഭയങ്കര പിടിയാണ്. കേരളത്തിൽ അങ്ങ് മന്ത്രിയായിട്ട് ഭയങ്കര പിടിയുണ്ട് കേട്ടോ. MP ഞങ്ങളുടെ സ്വന്തമാണ്. അല്ലേ? പിന്നെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഞങ്ങളുടെ സ്വന്തമാണ്. പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ എനിക്ക് നന്നായിട്ട് അറിയാം. പോലീസിനേക്ക് നല്ല പിടിയുണ്ട്. SP ഞങ്ങളുടെ ഭയങ്കര ബന്ധമാണ്. DGP ഞങ്ങളുടെ ഭയങ്കര ബന്ധം. ഇതൊക്കെ പറയുന്ന കുറെ മൂടന്മാരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ഉന്നത അധികാര സ്ഥാനം അവർക്ക് അവർ നിയമം നടത്താൻ അവരിരിക്കുന്നത്. എന്നിട്ട് താഴെ ഒരിക്കലെങ്കിലും ആരോ സംസാരിച്ചു പിന്നെ ഭയങ്കര പിടിയാതെ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ബന്ധമുണ്ട്. ഇപ്പൊ വക്കീലുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഹൈക്കോടതി വക്കീലുണ്ട്, സുപ്രീം കോടതി വക്കീലുണ്ട്, ഞങ്ങൾക്ക് ജഡ്ജിയുണ്ട്. അല്ലേ? എന്തെല്ലാം പൊങ്ങച്ചമാ മനുഷ്യൻ. അല്ലേ? പൊങ്ങച്ചക്കാരനാണ് മനുഷ്യൻ. എന്നെ കേൾക്കുന്ന മാതാവ്, ഇത് നീ പൊങ്ങച്ചം വിട്ടിട്ട് ഇവരോടൊന്നും അല്ല നീ പഠിക്കേണ്ടത്. നീ പഠിക്കേണ്ടത് അല്ലേ ദൈവത്തോട് പഠിക്കണം, യേശുവോട് പഠിക്കണം. ലോകത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട്, ഇവിടുത്തെ അധികാരികളോട്, ഭരണ സംവിധാനങ്ങളോട്, ഇവിടുത്തെ ജനത്തോട് ചേർന്ന് നീ പഠിച്ചാൽ നിന്റെ കാര്യം കട്ടപ്പോക തന്നെയാണ്. അവസാനം നീ അധമ പാതാളത്തിൽ ചെല്ലും. പ്രൈസോ. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ചങ്കൂറ്റത്തോടെ പറയുന്നത്. ഞാൻ പണ്ടിങ്ങനെ പറഞ്ഞു, എനിക്ക് നല്ല പിടിപാടാണ്. എന്ത് പിടിപാടാണ്? അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സോദാവി, നമുക്ക് നല്ല ബന്ധം യേശുവായിട്ട് സ്ഥാപിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. നമ്മൾ ആരെയോടൊന്നും സംസാരിച്ച യോഗമനുഷ്യൻ പറഞ്ഞ ഭയങ്കര ബന്ധമാണ്. ഇനി ആത്മീയ ജീവിതത്തിലേക്ക് വന്നാലോ, ചില ആളുകളുമായിട്ട് സംസാരിക്കും. ചില ഭാഷ സെൻട്രൽ മാസ്റ്റർ വലം കയ്യാ കേട്ടോ. സെൻട്രൽ മാസ്റ്റർ വലം കയ്യാ. സെക്രട്ടറി നമ്മുടെ സ്വന്തം ആളാ. അങ്ങ് കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. ഇത് വല്ലതും ചോദിക്കണം, ഇത് വല്ലതും നമുക്കറിയേണ്ട കാര്യമുണ്ടോ? ദൈവം നമ്മളെ സെൻട്രൽ മാസ്റ്റർ വലം കൈയാണെന്നും നേതൃത്വം നമ്മുടെ സ്വന്തമാണെന്നും അവിടെ നമുക്ക് ഒരുപാട് പിടിപാടുണ്ടെന്നും സഭയിലെ പ്രതിപക്ഷം നമ്മുടെ സ്വന്തമാണെന്നും സെക്രട്ടറി നമ്മുടെ സ്വന്തം, ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം? കർത്താവ് ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇവരെ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കർത്താവ് ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ കർത്താവിന്റെ രോഗമേറ്റിട്ട് കർത്താവിനോട് പഠിക്കണം. അല്ലാതെ ഈ പക്ഷത്തിരിവും കുത്തിത്തിരിവും ചേരിതിരിവും മുഖപക്ഷവും ഒക്കെ കാണിക്കുന്നവരും
ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ച് നിൽക്കുന്ന ആത്മീയ നേതൃത്വത്തിനെതിരെയുള്ള ഇനി പെന്തക്കോസ്തിലായാലും ക്രൈസ്തവ സമൂഹത്തിലായിരുന്നാലും ഇവരൊക്കെ നമുക്ക് പിടിപാടുണ്ട്. എന്താ കാര്യം ഇരിക്കുന്നത്? ഈ പിടിപാടെന്ന് പറഞ്ഞാൽ എന്താ? ഈ മാറ്റം വരും. ഈ മൂന്ന് വർഷം സഭയിൽ ഇരിക്കുമല്ലോ. 3 വർഷം സഭയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാറ്റം വരും. മാറ്റം വരുന്നതുകൊണ്ട് പിന്നെ സെൻട്രൽ മാസ്റ്റർ എങ്ങനെ അങ്ങനെ കൈക്കലാക്കാം, സ്വാധീനിക്കാം. അതിന് കുറെ കൊണ്ട് പണമൊക്കെ കൊടുത്തവരൊക്കെ ഉണ്ട്. അതൊക്കെ പേര് ഇവിടെ പറയുന്നില്ല. പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സഭ കിട്ടണം, നല്ല സഭ കിട്ടാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സെന്ററിനകത്ത് ചിലപ്പോൾ 25-30 സഭ കാണും, 25-30 സഭ കാണും. ഇനി ചെറുതൊക്കെ കൊണ്ട് വരുന്നുണ്ട്, അതിനെക്കാട്ടി കൂടുതൽ. അതിനകത്ത് കല്ലും മലയും കുന്നും ഒക്കെ ചവിട്ടി നടന്ന് ചെരുപ്പും തേഞ്ഞ് വെയിലും മഴയും മഞ്ഞും കൊണ്ട് പട്ടിണി ദുരിതം അനിച്ച് കൊടുക്കാൻ മുണ്ടില്ലാതെ, നല്ല ഭക്ഷണമില്ലാതെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പോറ്റാൻ മാർഗമില്ലാതെ ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരും പേഴ്സാണെങ്കിൽ പൈസ കൊണ്ട് നടക്കുമ്പോൾ 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത അനവധി ദൈവദാസന്മാർ കഠിനാധ്വാനം ചെയ്ത് പരസ്യയോഗം നടത്തി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ ആത്മാക്കളെ നേടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന സഭ സെൻട്രൽ നിൽപ്പുണ്ട്. അവർക്കൊരു നല്ല സഭ കൊടുക്കത്തില്ല ഈ സെൻട്രൽ മാസ്റ്റർമാര്. സെൻട്രൽ മാസ്റ്റർമാരുടെ ബാഗും ചുവന്നവർ വീടിന്റെ പട്ടിയും വിളിപ്പിച്ചൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. എന്റെ ഒരു സ്നേഹിതൻ സുഹൃത്ത് പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ വീട്ടിൽ 5 പട്ടിയാ, 5 or 3 അങ്ങനെ പറഞ്ഞു, ഓർക്കുന്നില്ല. ശരിയാകട്ടോ, ഇന്ന് ഞാൻ ആ ദൈവത്തിനെ പരിചയപ്പെടുത്തണമെങ്കിൽ ആ പട്ടിയെ കുളിപ്പിക്കണം. പട്ടിയെ കുളിപ്പിച്ച് പട്ടിയുടെ കാര്യമൊക്കെ നോക്കി ചോറ് തീനൊക്കെ കൊടുത്താൽ നമുക്ക് നല്ല സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം, എന്റെ സഹോദരൻ, നീ പട്ടിയെ കുളിപ്പിക്കാനും പട്ടിയെ തീറ്റാൻ നിൽക്കണ്ട. നിന്നെ പട്ടിയെ പിടിക്കാനും പട്ടിയെ കുളിപ്പിക്കാനും പട്ടിയുടെ കാര്യങ്ങൾ നോക്കാനല്ല നിന്നെ വിളിച്ചത് ദൈവം. നിന്നെ മനുഷ്യനെ പിടിക്കുന്ന ആൾക്കാരാണ് ദൈവം വിളിച്ചത്. പത്രോസിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞ എന്താ? നിന്നെ മനുഷ്യനെ പിടിക്കുന്നതിനകത്ത് നീ മീനെ പിടിച്ചോണ്ടേ, നീ മീനെ പിടിക്കും, മനുഷ്യനെ പിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പട്ടിയെ പിടുത്തുന്നില്ല, നമ്മുടെ പണി അതല്ല. നീ ദൈവത്തെ പിടിക്കണം. അല്ലേ? സ്തോത്രം. നമ്മൾ ദൈവത്തോട് ക്രിസ്തുവിന്റെ രൂപം ഏറ്റുകൊണ്ട് വേണം പഠിക്കാൻ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ കൃത്യമായിട്ട് ചെയ്യണം. അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ആ ദൗത്യം എന്താ നമ്മൾ തിരിച്ചറിയണം. ഭൂമി മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യരുത്. ഭൂമി മനുഷ്യനെ പ്രസാദിപ്പിച്ചത് കൊണ്ട് മനുഷ്യന്റെ പ്രീതി പിടിച്ചു പറ്റിയത് ഒന്നുമില്ല. സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കണം. സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കണം. സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കണം. നമ്മൾ ഒറ്റപ്പെടാം, പക്ഷെ അതിനെ നമ്മൾ ജയിക്കണം. സത്യത്തിന് വേണ്ടി ഒറ്റപ്പെട്ടാലും നമുക്ക് ഒരു ഭാരം അനുഭവിക്കേണ്ട കാര്യമില്ല. എന്നൊരു ക്രിസ്തുവേശ മുഖാന്തരം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിനകത്ത് നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. പ്രൈസലോ, ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന്റെ രൂപം ഏറ്റുകൊണ്ട് പഠിക്കണം. അല്ലേ? അത് ഇതര സമുദായക്കാരെ നോക്കിയാൽ ഇവിടുത്തെ ഹൈന്ദവ, ഇസ്ലാമിക, ഈ ബുദ്ധമത, ജൈനമതൊക്കെ എല്ലാ നേതാക്കന്മാരും എല്ലാവരും ചോദിച്ചാൽ ഞാൻ ഭയങ്കര പിടിപാടുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ലോകത്തിലുള്ള മത നേതാക്കന്മാരുമായി, രാഷ്ട്രീയ നേതാക്കന്മാരുമായി, സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രേഖകളിൽ നിൽക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് പിടിപാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരാരെങ്കിലും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും? അവരാരും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് അവന്റെ മുഖം ഏറ്റുകൊണ്ട് ക്രിസ്തുവിനോട് പഠിക്കണം. ഏറ്റവും നല്ല പഠിക്കുവാൻ കഴിയുന്ന, നന്നായിട്ട് പഠിപ്പിക്കുവാൻ, നല്ല പഠിച്ചെടുക്കുവാൻ, നല്ല രീതിയിൽ നടക്കുവാൻ, നല്ല മാതൃക കാണുവാൻ ഒക്കെ കഴിയുന്ന നല്ലൊരു ഉന്നത നേതാവ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ ലോകക്കാരൊക്കെ പറയുന്നതോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ യോജിക്കാൻ പറ്റില്ല? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമുക്ക് ഭയങ്കര പിടിയുള്ളത്. എന്ത് പിടിയാ? ഹല്ലേലൂയ. എന്ത് പിടിയാണുള്ളത്? അത് നീ ക്രിസ്തുവിനോട് കൂടെയാണോ? ക്രിസ്തുവിന്റെ വലങ്കയാണോ നീ പിടിച്ചിരിക്കുന്നത്? നമ്മുടെ വലങ്കയെ പിടിച്ച് ഇന്ന കർത്താവ്. നീ ക്രിസ്തുവിന്റെ വലങ്കയാണ് പിടിക്കുന്നെങ്കിൽ നീ പരാജയപ്പെട്ടു പോകുന്നില്ല. ലോക നേതാക്കന്മാരെ, മത നേതാക്കന്മാരെ, മറ്റിതര വിഭാഗത്തിൽ നിൽക്കുന്നവരുടെ നീ പിടിച്ചാൽ നടക്കുന്നെങ്കിൽ അവസാനം നിനക്കൊന്നുമില്ലാതെ പൊട്ടശൂന്യമായി മാറും. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ മുഖം ഏറ്റുകൊണ്ട് ക്രിസ്തു പിടിക്കണം. അത് കർത്താവ് പറഞ്ഞ്, ഞാൻ സൗമ്യതയുള്ളവനാണ്. ക്രിസ്തു പറയാം, ഞാൻ സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. ഈ ലോകത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനോ, ഒരു മത നേതാവിനോ, ഒരു സംഘടനാ നേതാവിനോ, ഒരു മനുഷ്യനോ പറയാൻ കഴിയുമോ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണെന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പണ്ടൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർമാരെ ഭയങ്കര പേടി, അധ്യാപകരെ ഭയങ്കര പേടിയായിരുന്നു. അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ പോലും ഞാൻ പഠിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഭയങ്കര പേടിയായിരുന്നു. കാരണം അവർ ചൂരിൽ വടിയിട്ട് വന്ന് നല്ല ശരിക്ക് കീറുമായിരുന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച സാറുണ്ടായിരുന്നു, നന്നായിട്ട് ഞെരടും ഈ പിച്ചും ഒക്കെ പുകയുമായിരുന്നു. അന്നൊക്കെ അധ്യാപകരെ ഭയങ്കര പേടിയായിരുന്നു. ഇന്നത്തെ അധ്യാപകരെ പേടി. ഇന്നത്തെ അധ്യാപകരെന്താ പാൻ മസാല. നീയുടെ ഒരു കൊച്ചിലൂടെ സംസാരിച്ച ചെറുക്കം പറയാം, ഞങ്ങളുടെ സാറ് പാൻ മസാല തിന്നുവന്നു.
ഞങ്ങളുടെ സാറ്, ഞങ്ങളുടെ മാഷ് പന്മസാരായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകരിന്ന് പോലും പഠിക്കാനില്ല. അവർ പോലും കുട്ടികളുടെ തോളെ കൈയിട്ട് കുട്ടികൾ കഞ്ചാവും ചരസും കറുപ്പും വാഷിട്ടും ഈ MDMA തുടങ്ങിയ സകല വിഷവും കഴിക്കുന്ന അനവധി കുട്ടികൾ സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിലുണ്ട്. അവരോടൊപ്പം ചേർന്ന് നടക്കുന്ന അനവധി അധ്യാപകന്മാരുണ്ട്. അപ്പം അവരൊന്നും പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ വിദ്യാഭ്യാസം വേണമല്ലോ. അതുകൊണ്ട് മാതാപിതാക്കൾ അത് അങ്ങ് വിടുന്നതാണ്. എൻ്റെ ഒരു സ്വതന്ത്രം പ്രൈസറോ. ഇപ്പം കഴിഞ്ഞ ദിവസം എന്താണ്, കോളേജ് കയറാതെ 14 കുട്ടികളെ കോളേജ് പുറത്താക്കി. കോളേജിൽ കയറത്തില്ല, രാവിലെ കോളേജിൽ വരുന്ന, പക്ഷെ കോളേജിന് പുറത്ത് മദ്യപിച്ച് നടക്കുക, കോളേജിനകത്ത് പുകവലിച്ച് നടക്കുക, ബൈക്ക് വരുന്ന കോളേജ് കയറത്തില്ല. കോളേജ് കയറാൻ കോളേജ് പറഞ്ഞ് നീ നാളെ പ്രിൻസിപ്പളിനെ കണ്ട് കയറിയാൽ മതി. ഇതൊക്കെ ശരിയാ കേട്ടോ, കള്ളപ്പണമല്ലേ. അതിൽ മെസ്സേജ് ഇപ്പോഴേക്ക് കിടപ്പുണ്ട്. അല്ലേ, ഓർത്തു നോക്കി. മാതാപിതാക്കൾ ചോര വിയർപ്പാക്കി അധ്വാനിച്ച പണം കൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ വിടും. മക്കൾ ഇന്നെന്ത് ചെയ്യുന്ന ജീവിതം നയിക്കുക. അല്ലേ ഏരിയ നമുക്കറിയാം. ഒരു 16, 17 വയസ്സ്, 18 വയസ്സ് വരെയൊക്കെ 19 വയസ്സൊക്കെ മക്കളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ പഠിപ്പിച്ച് അവരെ നല്ല നിലയിൽ എത്തിച്ച് കഴിയുമ്പോൾ അവർ 18 വയസ്സ് തീരുമാനം എടുക്കും. 18 വയസ്സ് കഴിഞ്ഞാൽ 18, 21 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം നടത്താമല്ലോ. അല്ലെ, 18 വയസ്സാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞാൽ അത് ഒറ്റ തീരുമാനം. 10, 16, 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ കൈപിടിച്ച മാതാപിതാക്കളെ മറന്നിട്ട് ഈ കൗമാരക്കാരി പെൺകുട്ടി വേറൊരുത്തിന്റെ കയ്യെ പിടിച്ചു. അതിനുവേണ്ടി കുറെ പൂവാലന്മാരുണ്ട് കേട്ടോ, പെൺകുട്ടികളെ നശിപ്പിക്കുന്നവന്മാര്. അല്ലേ വിളിച്ചുകൊണ്ട് വരിക. എത്ര മാതാപിതാക്കളെ കണ്ണീരോട് കടന്നു പോകുന്നു. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇല്ല, വേണ്ട, വലിയ താല്പര്യമൊന്നും ചെയ്യും ഇഷ്ടപ്പെടണമെന്ന്. എന്നെ കേൾക്കുന്നവരെ നമ്മൾ ക്രിസ്തുവിന്റെ മുഖം ഏറ്റുകൊണ്ട് ക്രിസ്തുവിനോട് പഠിക്കണം. കർത്താവിന്റെ മുഖം ഏറ്റുകൊണ്ട് നീ കർത്താവിന്റെ പഠിക്കും. നിന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചു ആദരിച്ചു, അവർ കീഴ്പ്പെട്ടവരെ ബഹുമാനിച്ച്, നിന്റെ സഭയുടെ നേതൃത്വത്തെ നീ ബഹുമാനിച്ചു ആദരിച്ചു നിൽക്കണം. നീ സഭയുടെ നേതൃത്വത്തെ ബഹുമാനിച്ചു ആദരിച്ചിരിക്കും. സഭയുടെ നേതാക്കന്മാർ മാനസാന്തരപ്പെട്ടവരായിരിക്കണം. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ മതത്തിന്റെ നേതാക്കന്മാർ മാനസാന്തരപ്പെടാത്തവരാണ്. മത നേതാക്കന്മാർ മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കുന്നില്ല. യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവ് എന്താ പറയുന്നത്? യേശു പറയാണ്, നിങ്ങൾ എന്നെ വിളിച്ചു എന്നല്ല. മനുഷ്യനെ യേശുവിനെ വിളിച്ചു എന്നല്ല, മനുഷ്യ ദൈവത്തെ വിളിച്ചു എന്നല്ല. നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ നിങ്ങളെ വിളിച്ചതാണ്. യേശു പറയാൻ, ഞാൻ നിങ്ങളെ വിളിച്ചു. എന്തിനാ വിളിച്ചത്? നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നിങ്ങൾ പോയിട്ട് ഫലം കായ്ക്കണം. ആ ഫലം നിലനിൽക്കണം. എൻ്റെ ഏരിയ. അപ്പം കർത്താവാണ് നമ്മളെ വിളിച്ചതെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. കർത്താവ് നമ്മെ വിളിച്ചതിനെ കുറിച്ചുള്ള ആ ഉത്തരവാദിത്വം, വിളിച്ച ജോലിയെക്കുറിച്ച് ഉത്തരവാദിത്വം, വിളിച്ചതിനെ കുറിച്ച് ആ ദൗത്യത്തെക്കുറിച്ച് ഉത്തരവാദിത്വം, അത് നമ്മൾ നിറവടിയായി ചെയ്യണം. 5 താലന്ത് കിട്ടിയത് 5 കൂടെ നേടി, 2 കിട്ടിയത് 2 കൂടെ നേടി, 1 കിട്ടിയവരുടെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അല്ലേരിയ അത് നമ്മൾ കൃത്യമായി ചെയ്യുവാൻ കഴിയണം. അല്ലേരിയ. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വലകൈ പിടിക്കണം. പ്രേക്ഷകരോ, ക്രിസ്തുവിന്റെ വലകൈ പിടിച്ച് നടന്നാൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി മാതാവി നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. പ്രേക്ഷകരോ, എനിക്ക് ഈ ഭൂമിയിൽ ആരുമായിട്ട് പിടിപാടില്ല. അല്ലേരിയ. ആരുമായിട്ട് ഞാനങ്ങനെ പറയത്തില്ല. ആരുമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ആരുമായിട്ട് നമ്മൾ ആരുമായിട്ട് പിടിപാടണമെന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ മന്ത്രിമാരുമായിട്ട് പിടിപാടണം, MLA-മാരുമായിട്ട് പിടിപാടണം. നമുക്കെന്താ കഴിയുന്നത്? ഞാൻ അധ്വാനിച്ചാലേ എന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കത്തുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടാലേ എന്റെ വീട്ടിൽ എന്റെ അടുപ്പിൽ പോകത്തുള്ളൂ. അല്ലാതെ നമുക്ക് പിടിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കഞ്ഞി കുടിക്കുക, നമ്മുടെ കുട്ടികൾ പട്ടിണി കിടക്കുകയുള്ളൂ. പ്രൈസറോ. മാനസാന്തരപ്പെടണം. സകല ജനങ്ങൾ മാനസാന്തരപ്പെടണം. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഏത് മതത്തിലായിരുന്നു, ഏത് വിഭാഗത്തിൽ, ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും, നീ ഏത് കുടുംബത്തെ ജനിച്ചവനായിരുന്നാലും, നിന്റെ പാരമ്പര്യം തന്നെ, നിന്റെ തറവാട് എന്തായിരുന്നാലും, നിന്റെ പിതൃവത്സവത്ത് നിനക്ക് ഒരുപാട് ഉണ്ടായിരുന്നാലും, നിനക്ക് ഒരുപാട് കോടികളുടെ കോടീശ്വരനായിരുന്നു പറഞ്ഞാലും, നിനക്ക് ജെറ്റ് വിമാനം ഉണ്ടെങ്കിൽ പോലും, ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ പോലും, നിനക്ക് വിദേശത്ത് ഒരുപാട് ആഡംബര കാറുകളും വീടുകളും ഒരുപാട് സൗധങ്ങൾ ഉണ്ടായിരുന്നു, നിന്നെ പല്ലക്കിൽ ഏറ്റിക്കൊണ്ട് നടക്കാൻ ആളുണ്ടെങ്കിലും, നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ ആളുണ്ടെങ്കിലും, നിനക്ക് ചുറ്റും നിന്റെ ബാഗ് പിടിക്കുക, നിന്റെ മുമ്പ് ആൾക്കാർ ഉണ്ടെങ്കിലും, നിനക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. അതിന്റെ ഏരിയ ലോകരാജ്യത്തിന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവനായിരിക്കാം നിങ്ങൾ. മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതിന്റെ ഏരിയ
യോഹന്നാന്റെ സുവിശേഷം 14 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ യേശു പറയാം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സ്ഥലത്തെത്തിയില്ല. അപ്പം വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുഖം ഏറ്റുകൊണ്ട് യേശുവിനെ പഠിക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തെ ചെല്ലാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ഇവിടുത്തെ ഒരു നേതാക്കന്മാർ ഒരു കോടീശ്വരന്മാരുടെ പുറകെ നടന്നതുകൊണ്ട് നമുക്ക് സ്വർഗരാജ്യത്തെ ചെല്ലാൻ പറ്റത്തില്ല. ഈശ്വരോ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, നീ ആരോടാണ് പഠിക്കുന്നത്? എന്നെ കേൾക്കുന്ന ശ്രോതാവി, സഹോദര, നീ ആരോടാണ് പഠിക്കുന്നത്? ഈശ്വരോ, ലോകം മുഴുവൻ അധാർമ്മിക കൊണ്ട് പെരുകിയിരിക്കുക. ഹല്ലേലൂയ. ആമി കള്ളുഷാപ്പുകളെല്ലാം വർദ്ധിക്കുക, ആമിക്ക് ബീവറേജ് വർദ്ധിക്കുക, മദ്യഷാമി ബാറുകൾ വർദ്ധിക്കുക. എല്ലാവരും അങ്ങോട്ടോ മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ടു, ഭയങ്കര ലഹരികൾ കടിവയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതമൊക്കെ 25 വർഷം തകർന്നു പോയത് ഇവിടുത്തെ മദ്യത്തിനും മയക്കിനും പാനശാലകൾക്ക് ലോകത്തിൽ പലരുടെയും പുറകെ നടന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ ലോകമേറ്റ് ക്രിസ്തുവിനോട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തിൽ സമാധാനം വന്നു കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14:27 വായിച്ചാൽ കാണാൻ കഴിയാം. ഹല്ലേലൂയ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകും, ലോകം കാണി തരുന്നത് പോലെയല്ലെന്നാണ്. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ലോകം ഏറ്റുകൊണ്ട് ക്രിസ്തുവിന്റെ കൂടെ പഠിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്ക് താൽക്കാലികമാണ്. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. ഈ ഞാനും നിങ്ങളും വസിക്കുന്ന, ഞാനും നിങ്ങൾ ജീവിക്കുന്ന നമ്മുടെ ശരീരമുണ്ടല്ലോ, മൺകൂടാരം, അതേത് സമയത്തും മണ്ണിലേക്ക് ചേരുന്ന പുഴുവരിക്കുന്ന കൃമിക്കുള്ളതാണ്. ഈ ശരീരം കൃമിക്കുള്ളതാണ്. അല്ല, നമ്മുടെ ഈ ശരീരം കൊണ്ടൊന്നും നമ്മൾ അഹങ്കരിക്കരുത് കേട്ടോ. ഇതൊക്കെ കൃമിക്കുള്ളതാണ്. ഇതങ്ങോട്ട് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉൾക്കുള്ളിൽ ശ്വാസം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചില മണിക്കൂർ കഴിഞ്ഞാൽ ഇത് പുഴുക്കാൻ തുടങ്ങും, ഇത് നാറ്റം വെക്കാൻ തുടങ്ങും, നാറാൻ തുടങ്ങും. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. സമയം കഴിയുമ്പോൾ ഇനി ഇവിടെ വെക്കുന്ന നാറ്റം വന്നെന്ന് പറയും. ചില മരണവീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 2-3 ചില സമയങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മുഖം പൊത്തുന്നത്, പിന്നെ സ്പ്രേ ഒക്കെ അടിക്കുന്ന ഏറ്റവും വലിയ വില കൂടി സ്പ്രേ ഒക്കെ കൊണ്ടുവന്ന് പൂശുന്നുണ്ട്. എന്തിനാ? അതുവരെ കൂട്ടത്തിലിരുന്ന ആളാ. ഹല്ലേലൂയ. അതുവരെ കൂട്ടത്തിൽ ജീവിച്ച്, ഒന്നിച്ചിരുന്ന്, ഒന്നിച്ച് നടന്ന്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ച് യാത്ര ചെയ്ത്, ഒരു മേശയിൽ ഒരു കട്ടിലേക്ക് കിടന്നുറങ്ങിയ ഒരാളങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ വില കൂടിയ സ്പ്രേ കൊണ്ട് പൂശിച്ചിട്ട് പറയും, ഈ ഇവിടുന്ന് കൊണ്ടുപോ, നാറ്റം വെക്കുന്നു, ഇനി ഇവിടെ വേണ്ട. അത്രേ ഉള്ളു കേട്ടോ നമ്മള്. ഹല്ലേലൂയ. ഈ ആരെല്ലാം വലങ്കി പിടിച്ച് നടന്നു, ആരെല്ലാം പിടിപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പിടിപാടുണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നവരൊക്കെ ഇവന്ന് ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നിന്നെ പിന്നെ ആർക്കും വേണ്ടെന്ന്. ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നിന്നെ ആർക്കും വേണ്ട. എങ്ങനെയെങ്കിലും ഇതിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മണ്ണിലുണ്ടോ കുഴിച്ച് മൂടുന്നിടം വരെ. ഹല്ലേലൂയ. ചില ഇന്ന് മണ്ണിലടക്കുക, ചില ഇന്ന് സ്ഫുടം ചെയ്യുക, കത്തിക്കുക. ഹല്ലേലൂയ. അന്നത്തെ അങ്ങനെ അത് ഓരോരുത്തർ മതത്തിനെ ചില എഴുതുമാട്ടെ. പക്ഷേ അത് ഓർത്തണം, നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് പിടിപാടെന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിപാടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ലോകത്തിലെ 1 നമ്പർ കോടീശ്വരം വന്ന് നമ്മുടെ കയ്യെ പിടിച്ച് ജീവിക്കുന്നു. ഇല്ലില്ല. ലോകത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനത്തിരിക്കുന്നവര്, നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരിയും പരമാധികാരത്തിലുള്ളവർക്ക് നമ്മളെ കൈപിടിച്ച് നമ്മൾ എഴുതേക്കൂ? ഇല്ല. ലോക രാഷ്ട്ര നേതാക്കന്മാർ നമ്മുടെ കയ്യെ പിടിച്ച് എഴുതേക്കൂ? നമ്മുടെ ക്രമസമാധാനം ഈ നമ്മുടെ മത നേതാക്കന്മാർ നമ്മുടെ കയ്യെ പിടിച്ചാൽ അവർ നമ്മൾ എഴുതേക്കത്തില്ല. നമ്മൾ പോയതേ മനുഷ്യന്റെ ക്രിമിക്കിരയായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ അഹങ്കരിക്കരുത്. നിന്റെ അഹംഭാവത്തെ നീ മാറ്റിക്കളഞ്ഞിട്ട് നിന്റെ ഞാനെന്നുള്ള ഭാവത്തെ, എനിക്ക് എന്റേത് എന്നുള്ള നിന്റെ അഹങ്കാരവും കുങ്കാരവും ഒക്കെ ഉള്ള നീ മാറ്റിവെച്ചിട്ട് നീ ദൈവസേനയ്ക്ക് മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ യുഗമേറ്റുകൊണ്ട് നീ അവനോട് പഠിക്കണം. പ്രൈസറോ. ഹല്ലേലൂയ. ചിലരോട് എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഞങ്ങൾ എന്റെ 4 തലമുറയ്ക്ക് വേണ്ടി തിന്നാൻ കരുതുന്നുണ്ട്, ഞങ്ങളെല്ലാം പൂർവികന്മാർക്ക് ഞങ്ങളുടെ സ്വത്തുക്കളാണ്, ഞങ്ങളുടെ പാരമ്പര്യം വരെ, ഞങ്ങളുടെ തറവാട് അറിയാവോ? ഇതുവല്ലോ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും? നിന്റെ പാരമ്പര്യം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നിന്റെ തറവാട് വലുതാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിനക്ക് ഒരുപാട് ജഗമ സ്വത്തുക്കൾ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അല്ലേ? ചിലവർ യൂത്ത് ഞങ്ങളുടെ അപ്പൂപ്പന്മാർ പണിത പള്ളിയാകട്ടെ, ഞങ്ങളുടെ വല്യപ്പന്മാർ പണിത് അവരെ തറക്കല്ലിട്ട് അവരെല്ലാം ഈ കലറയിൽ ഈ പള്ളിയിലൊക്കെ ശവക്കോട്ടയിൽ അടക്കിയിരിക്കുന്നു, അവരെല്ലാം അവിടെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പാരമ്പര്യം വിടത്തില്ല. നീ വിടണ്ട, നീ ആ ശവക്കോട്ടയിൽ കിടന്നു, പക്ഷെ നിനക്ക് ഉയർപ്പ് കിട്ടത്തില്ല. നിനക്കൊരു ഉയർപ്പ് കിട്ടണമെങ്കിൽ, മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ നീ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ ലോകം ഏറ്റുകൊണ്ട് അവനോട് പഠിച്ച് നീ മാനസാന്തരപ്പെടണം. അവനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിക്കണം. എന്റെ ഏരിയ
നമ്മൾ ക്രിസ്തുവിന്റെ രൂപം ഏറ്റുകൊണ്ട് ക്രിസ്തുവിന് പഠിക്കണം. ഹല്ലേലൂയ. അങ്ങനെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു മദ്യപാനി, ഒരു മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനും മത നേതാവിനും ഒരു മനുഷ്യർക്കും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ക്രിസ്തുവിന്റെ രൂപം ഏറ്റുകൊണ്ട് അവരോട് പഠിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ ആ വലക്കൈയാണ് നമ്മൾ പിടിച്ചിരിക്കുന്ന സ്വർഗത്തിൽ ചെല്ലാം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവില്ല. ക്രിസ്തു എന്ന് പറഞ്ഞ മത നേതാവല്ല. യേശു ഒരു മത നേതാവല്ല, ഒരു മതം ഇവിടെ സ്ഥാപിച്ചില്ല, ഒരു മതസ്ഥാപകനല്ല, ഒരു മതം ഇവിടെ പണിയാൻ വേണ്ടി വന്ന ഒരു ജാതിയുടെ നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് അല്ല ക്രിസ്തു. അല്ലെ, ഒരു സംഘടനയ്ക്കൂടെ നേതൃത്വം കൊടുത്തില്ല. ഒരു സംഘടനയും യേശുവിനെ പിടിച്ച് നേതാവാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരിക്കൽ രാജാവ് വെക്കാൻ പിടിച്ച് ശ്രമിച്ചു. പക്ഷെ യേശു അത് ഒഴിഞ്ഞുപോയി. യേശു നമ്മുടെ രക്ഷകനാണ്. യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവർ പാപങ്ങൾക്ക് പരിഹാരം തന്നവനാണ്. ദോഷവും വ്യഭിചാരമുള്ള തലമുറയായിരുന്നു, വക്രതയും കോട്ടമുള്ള തലമുറയായിരുന്നു. അല്ലെങ്കിൽ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നപ്പോൾ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. ദൈവമായി യാതൊരു ബന്ധമില്ലായിരുന്നു. അല്ലെങ്കിൽ പാപം ചെയ്ത് വഴിതെറ്റി നമ്മളെല്ലാം കൊളരുതാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ലായിരുന്നു, ഒരുത്തൻ പോലും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സാഹചര്യത്തിലാണ് കർത്താവ് നമ്മെ തേടി വന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിന് വേണ്ടി തന്നെത്താൻ വിളിച്ചെന്നൊക്കെയാ നമ്മള് പുരുപ്പിലെ 2:5-6 വായിക്കും കാണുന്നത്. അത് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു മാനകുലത്തിന് മുഴുവൻ പാപത്തിന് വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ കരിപ്പാണിയാൽ തടയപ്പെട്ട മുൾക്കിരീടധാരിയായ എന്റെ ശരീരം ഉഴവുചാരു പോലെ കീറി. ഹല്ലേലൂയ. അവന്റെ രക്തം ധാരധാരയായി ഒഴുകി ക്രൂശിലെ കാൽത്തളത്തിൽ കാൽത്തളം വരെ വീണ് കിടക്കിയ ഹല്ലേലൂയ. അവനെ കണ്ടാൽ ആളെല്ലാം തോന്നുമാർ വിരുമായി കടന്നുപോലെ ചതിയെന്ന് കുലപാതകെന്നൊക്കെ വിളിച്ചു. കടന്നുപോയി മുഖത്ത് തുപ്പി കന്നത്തടിച്ച് അവന് കുടിക്കുവാൻ ചുരുക്ക കൊടുത്തു. അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു. ഹല്ലേലൂയ. അവസാനത്തിന്റെ രക്തം വരെ തന്നു നമ്മെ വീണ്ടെടുത്തവനേശുവ, നമ്മുടെ രക്ഷകനേശുവ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ലോകം ഏറ്റുകൊണ്ട് നീ അവരോട് പഠിക്കണം. ഹല്ലേലൂയ. ഈ ഉലകത്തിൽ ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്ത ക്രൂശിൽ പരമയാഗമായി മാറിയവൻ യേശുക്രിസ്തു മാത്രമാണ്. അല്ലാതെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ജീവനുള്ള രക്തം തരുവാൻ ഹല്ലേലൂയ യേശുവിന് മാത്രമേ കഴിഞ്ഞുള്ള. സഹോദാവേ, നീ മാനസാന്തരപ്പെടണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാനസാന്തരപ്പെട്ട് അടങ്ങുക. ലോകത്തോടല്ല നിനക്ക് പിടിപാട് വേണ്ടി സ്വർഗത്തോടൊക്കെ പിടിപാട് വേണം. ഹല്ലേലൂയ. നിന്റെ മാനസാന്തരം കാത്ത് സ്വർഗം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര സഹോദരി, നീ ഏത് ജാതിയിൽപ്പെട്ടവനോ, വിഭാഗത്തിൽപ്പെട്ട ഏത് നിറത്തിൽപ്പെട്ടവനോ, ഏത് വർണ്ണത്തിൽപ്പെട്ടവനോ, നീ ഏത് പാരമ്പര്യത്തിൽപ്പെട്ടവനായിരുന്നാലും, നീ ഏത് ദേശക്കാരൻ, രാജ്യക്കാരൻ, ഏത് ഭാഷക്കാരൻ, ഏത് ഗോത്രക്കാരനായിരുന്നാലും നിന്റെ മാനസാന്തരങ്ങൾക്ക് സ്വർഗം കാത്തിരിക്കുക. കോടാനുകൂടി ദൂതന്മാരും ഗരുവുകളും സാഹങ്ങളും വിശുദ്ധന്മാരെ അടങ്ങുന്ന വലിയ സംഘം നിന്റെയും കാത്ത് ഇരിക്കുക. ഹല്ലേലൂയ. ഈ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നീ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ നീ എപ്പോഴാണ് യേശുവിന്റെ മുഖമേറ്റ് അവനോട് പഠിച്ച് അവന്റെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിക്കുന്ന സ്വർഗം നിന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. സിംഹാസനത്തിരിക്കുന്ന കർത്താവ് നിന്നെ നോക്കുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ വലത്തുമായിരിക്കുന്ന യേശു അവന്റെ വലത്തുമാകത്തിരിക്കുവാൻ നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകനെ കേൾക്കുന്ന മാതാവി, പിതാവി, ശ്രോതാവി, നീ ആരും ലോകം ഏറ്റുകൊണ്ട് ആരോടാ പഠിക്കുന്നത്? ഇന്ന് നീ മരിച്ച നിത്യത്തിലെത്തുമോ? ഇന്ന് നീ മരിച്ച സ്വർഗത്തിലെത്തുമോ? ഹല്ലേലൂയ. എല്ലാ മതങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്നു മരിച്ച മനുഷ്യൻ സ്വർഗത്തിൽ പോകുമെന്ന്. ഒരുപക്ഷെ അവരുടെ വിശ്വാസം അതായിരിക്കും. പക്ഷെ മരിച്ച മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വതന്ത്ര കർത്താവ് യേശുവിന് ആത്മരക്ഷ പ്രാപിക്കണം, വീണ്ടും തന്നെ പ്രാപിക്കണം. ഹല്ലേലൂയ. അല്ലാതെ എല്ലാവർക്കും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവർക്കും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ നരകത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, ദൈവം നരകവും സ്വർഗവും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് മുകളിൽ സ്വർഗമുണ്ട്, നമ്മൾ നിൽക്കുന്ന ഭൂമിയുണ്ട്, നമുക്ക് താഴെ പാതാളമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പാതാളത്തിലേക്ക് പോകുമോ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമോ? ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ ശ്രോതാവേ, ഞാൻ പറയട്ടെ, നീ ആരോടാണ് നീ പഠിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുന്നതാണ്. സൗമ്യതയും താഴ്മയോടുകൂടെ നിൽക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുവീൻ. അവൻ മഹത്വത്തിന്റെ രാജാവായിരുന്നിട്ട് നമുക്ക് വേണ്ടി താഴ്മയുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ താഴ്മയുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയണം. താഴ്മയുടെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അവന്റെ ശുശ്രൂഷകരായി നിയമിച്ചു. ഹല്ലേലൂയ. യേശു ഒരിക്കൽ പറഞ്ഞു, കുറുനരികൾക്ക് കുഴികളും ആകാശത്തെ പറവുകൾക്ക് കൂടുകളും കൊണ്ട് മനുഷ്യപുത്രനോ തലചായിപ്പോ ഇടമില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 8:20 വായിച്ചാൽ കാണാൻ കഴിയും.
അല്ലേ? അപ്പൊ യേശു അത് പറഞ്ഞാൽ എന്താ അതിന്റെ അത് പറയാൻ കാരണം എന്താ? പലസ്തീൻ നാട്ടിൽ കുറുക്കന്മാർ വളരെ ഉണ്ടായിരുന്നു എന്ന് ന്യായാധിപരുടെ പുസ്തകം 15:4 വായിക്കുന്നുണ്ട്. അല്ലേലൂയ. അപ്പൊ കുറുനരികൾ നിലത്ത് വലിയ കുഴികൾ ഉണ്ടാക്കി മാന്തി അവയിലാണ് താമസിക്കുക. പക്ഷികൾക്ക് അവയ്ക്ക് തക്കമായി കൂടുകളുണ്ട്. കൂടുകളും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൂടെ നടന്നാൽ ആ കുറുനരികൾക്കുള്ള കൂട് പോലും അല്ലെങ്കിൽ ഇടം പോലും നമുക്ക് കിട്ടത്തില്ലെന്ന കർത്താവ് പറഞ്ഞത്. അത് കർത്താവിനെ അനുഗമിച്ച് നടക്കുമ്പോൾ ഒരുപക്ഷെ പീഡകളും ഉപദ്രവങ്ങളും സംഘർഷങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ വന്നേക്കാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹൻ 8:20 പറയുന്നത് എന്താണ്? യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിന്റെ പറവുകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല. ഹല്ലേലൂയ. അതെ, നമുക്ക് ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ, ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ സുവിശേഷം വിറ്റ് പൈസയാക്കുവാനല്ല, ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നത് കോടീശ്വരനാകാൻ വേണ്ടിയിട്ടല്ല, ക്രിസ്തുവിനോട് കൂടെ നടന്ന് ഇവിടെ നമ്മൾ ലോകത്തിന്റെ പ്രമാണി ഉന്നത സ്ഥാനത്ത് എത്തിയത് പറയാനല്ല. ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ തലചായിപ്പോകാൻ ഇടം കിട്ടാതിരുന്ന കർത്താവ് നമുക്കറിയാം. സ്വപ്നമല്ലേ യേശുവിന്റെ ജനന സമയം നമുക്കറിയാം. വെടിമിൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം മാട്ടിടയന്മാരുടെ സഹായത്താൽ യേശുവിനെ മറിയ ഒരു മരച്ചുവട്ടിൽ പ്രസവിക്കുന്നു. ആ മരച്ചുവട്ടിൽ കുട്ടിയുടെ ജീവിതം സുരക്ഷിതമല്ലായിരുന്നുകൊണ്ട് അടുത്തുണ്ടായിരുന്നത് വശത്തൊരു കൊട്ട കിടത്തിയെന്ന യോസേഫും മറിയും കൂടെ ആ ഇടയന്മാരുടെ സഹായത്തോടെ, വെടിമിൻസ് എന്ന് പറയുന്ന സഹായത്തോടെ ഒരു വശത്തൊരു കൊട്ട കിടത്തിയെന്ന നമ്മുടെ ദൈവം യേശുക്രിസ്തു ജനം അവന് തലചായിപ്പം പോലും ഇട്ടമില്ലായിരുന്നു. അത് എന്നെ കേൾക്കുന്ന വിശ്വസിക്കുക. ക്രിസ്തു മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നുമില്ലെന്ന് കേട്ടാൽ നീ ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് നിത്യതയിൽ ഒരു സ്ഥാനം ദൈവം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഭൂമി നമുക്കൊരു പക്ഷേ കഷ്ടമുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്നവനുണ്ട്. നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരുവനുണ്ട്. അവനോട് ചേർന്ന് നീ പഠിക്കുന്നെങ്കിൽ, ലോകം ഏറ്റുകൊണ്ട് നീ ജീവിക്കുന്നെങ്കിൽ, അല്ലേലിയ, നീ തളർന്നു പോകാൻ ഒരു താളടിയാകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ, നിന്റെ കുടുംബ സാഹചര്യം അറിയുന്നവൻ, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം അറിയുന്നവൻ, നിന്റെ കുടുംബത്തിന്റെ അകത്തെ സകല വിശേഷങ്ങൾ അറിയുന്നവൻ, നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം അറിയുന്നവൻ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ നന്നായിട്ട് അറിയുന്ന യേശുവാ. അതുകൊണ്ട് നീ കടന്നു പോകുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണുതിന്റെ അനുഭവം എത്ര ഭയാനകമായിരുന്നാലും അതിനിടയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കർത്താവിന് കഴിയും. ഇന്ന് നീ കർത്താവിന്റെ ലോകം ഏറ്റുകൊണ്ട് അവനോട് കൂടെ നീ പഠിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, അവനോട് നീ പഠിക്കുന്നെങ്കിൽ, നീ ഇന്ന് അനുഭവിക്കുന്ന സകല ദുരന്തം മേഖലയും ദുരിതങ്ങളുടെ നിറയുന്നു നിനക്കൊരു ഉയർച്ച ദൈവം തരും. നമുക്ക് ഈ താൽക്കാലിക ജീവിത ഭൂമിയിലാണ് 70, 80, ഒരു വർഷം 100 കടന്നേക്കാം. ഒരു വർഷം ഇപ്പൊ ശൈശവത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എത്ര കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും അമ്മയുടെ ഉദരത്തിൽ, സ്ത്രീയുടെ, കുട്ടിയുടെ, യുവതിയുടെ ഉദരത്തിൽ വെച്ച് എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഫോണകത്തിയ അങ്ങനെയുള്ള കാലഘട്ടത്തില് ഹല്ലേലൂയ വയറ്റിൽ ജന്മം കൊണ്ട് പുറലോകം കാണുന്നതിനെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം കടന്നിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ, നമുക്ക് ലഭിച്ച സമയം താൽക്കാലികമാണ്. ഈ സമയത്തിനുള്ളിൽ നാം ക്രിസ്തുവിനെ അറിഞ്ഞവരോടൊപ്പം ചേർന്ന് നടക്കുന്നെങ്കിൽ മാത്രമേ ഒരു ആത്മജീവിതം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഇനി ആരോടാണ് ചേർന്ന് നടക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കർത്താവ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഹല്ലേലൂയ എന്നാണ് ഫിലിപ്പി ലേഖനം വായിക്കുന്നത്. ഞാൻ ബാക്കി ആവർത്തിച്ചു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ വേഷത്തിൽ മനുഷ്യനെ വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മൾ ക്രിസ്തുവിനോട് പഠിക്കണം, യേശുവിന്റെ താഴ്മയെ കുറിച്ച് പഠിക്കണം. ഹല്ലേലൂയ. അതേ സ്നേഹിത, ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും കഥ ഞാനിങ്ങനെ വായിച്ചു. കടലിന്റെ മധ്യത്തിൽ ഒരു വലിയ പാറയുടെ വിടവിൽ ഒരു പക്ഷി കൂട് കെട്ടിയിരുന്നു. കൊടുങ്കാറ്റ് വീശിയപ്പോൾ 4 വശത്തു നിന്നും തിരമാലകൾ ആ പാറയുടെ മേൽ അടിച്ചു. എങ്കിലും ആ പാറയുടെ വിടവിൽ വസിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ പൂർണ്ണ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആശ്വാസത്തോടെ മനോഹരമായ പാട്ടുപാടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതുപോലെ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ചുറ്റും ലോകം തന്നെ ആചരിച്ചാലും ലോകശക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റാലും പാറയുടെ പിളർപ്പിൽ സുരക്ഷിതമായിരുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ പാട്ടുപാടിയതുപോലെ യേശുക്രിസ്തുവാകുന്ന പാറയിലാണ് നീ അഭയം പ്രാപിച്ചതെങ്കിൽ, ആ പാറയുടെ പിളർപ്പിലാണ്, ക്രിസ്തുവിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ ലോകം മുഴുവൻ നിനക്കെതിരായി മാറിയാലും നിനക്ക് ക്രിസ്തുവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം, കടൽ ചീറിപ്പാഞ്ഞു വന്നാലും കടലിനെയും കാറ്റിനെയും സ്വസ്ഥമാക്കിക്കൊണ്ട് ഹല്ലേലൂയ അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും.
അല്ലേ ശിഷ്യന്മാർ ആമീൻ കടലിൽ കൂടെ യാത്ര ചെയ്യുക. യേശു അമരത്ത് തലയണ വെച്ച് കിടന്നു തുടങ്ങിയ കാറ്റും കൂടുകൊണ്ടായി പട്ടപുല്ലഞ്ഞ് വെള്ളം കയറുവന്ന് മുങ്ങുമാറായി. അവർ പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് അവരെ ഉണർത്തി. അവൻ കാറ്റിനെയും കടലിനെ ശാസിച്ചത് മർക്കോസ് വിശേഷം 4:35 തൊട്ട് താഴ്ത്തു വായിച്ചാൽ കാണാൻ കഴിയും. അതേ സകലത്തിന്മേൽ അധികാരമുള്ള യേശു മാത്രമാ. സകലത്തിന്മേൽ അധികാരമുള്ള, സകലത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന യേശു മാത്രമാ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയും, ഞാൻ സൗമ്യതി താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അത് നീ ആരോടാണ് പഠിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രീസ്മഭാവി ഹല്ലേലൂയ. 3-ാം നൂറ്റാണ്ടിൽ അവൻ ജീവിച്ചിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ എന്ന് പറയുന്ന പുരോഹിതൻ ജീവിച്ചിരുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ മോശമായിരുന്നു. മദ്യപാനത്തിൽ, വ്യഭിചാരത്തിൽ അകപ്പെട്ടു, മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. വല്ലാതെ വലഞ്ഞു. അദ്ദേഹം ഇങ്ങനെ എഴുതി, ആശ്വാസമില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന എന്റെ ഹൃദയം ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവനിൽ പൂർണ്ണമായി ആശ്രയിച്ചു എന്ന്. മദ്യപാനത്തിനും മറ്റു വെറുപ്പുത്തുകൾക്കും വിധേയപ്പെട്ട അഗസ്റ്റിൻ ഹല്ലേലൂയ അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ആശ്വസിച്ചു. അദ്ദേഹം ക്രിസ്തുവിന്റെ രൂപം ഏറ്റുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം നിന്നെന്ന് വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഇത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, നമുക്ക് മുമ്പേ കടന്നുപോയി അനവധി വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാം ക്രിസ്തുവിന്റെ രൂപം ഏറ്റുകൊണ്ട് ക്രിസ്തുവിനെ പഠിച്ചുകൊണ്ട് അവരെല്ലാം നിത്യതയിലുണ്ട്. അവരെല്ലാം നിത്യതയിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഗംഭീരനാഥനും പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളത്തിനും കൂടെ ആമീൻ മധ്യാകാശത്ത് വരുമ്പോൾ ഹല്ലേലൂയ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അഗസ്റ്റിൻ അടക്കമുള്ളവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമീൻ ലോകത്തിലെ പ്രമാണിമാർ, ലോകത്തിലെ രാഷ്ട്രീയ മത നേതാക്കന്മാർ, സംഘടന നേതാക്കന്മാർ, ആമീൻ വേർപെട്ട കൂട്ടങ്ങളോട് നിങ്ങളുടെ ആത്മീയ നേതാക്കന്മാരുടെ കയ്യെ പിടിച്ചല്ല നടക്കേണ്ടത്. നീ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പിടിച്ചു നടക്കണം. അവന്റെ മുഖം ഏറ്റുകൊണ്ട് നീ അവരോട് പഠിക്കണം. ഹല്ലേലൂയ. ലോകം പഠിപ്പിക്കുന്നത് നമുക്ക് ശാശ്വതമല്ല, ക്രിസ്തുവിനെ പഠിക്കുന്നത് നിലനിൽക്കും. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഹല്ലേലൂയ. ആസിയും എല്ലാ യഹൂദരും ബെന്യാമീനും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെയിരിക്കും. അവനെ അന്വേഷിക്കുന്ന എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഹല്ലേലൂയ. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് 2-15 ആ ഭാഗം വിവരിക്കുന്ന സമയത്ത് ആ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നമ്മളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മൾ അവനെ അന്വേഷിക്കുന്നെങ്കിൽ നമ്മൾ കണ്ടെത്തും. പ്രൈസ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ കടന്നു പോകുന്ന ദുരന്ത മേഖലയിൽ നിന്ന്, നിന്റെ കഷ്ടതയിൽ, നിന്റെ താഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ സ്ഥിതിയെ മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. നീ ഏത് രോഗത്തടിമ അന്തരത്തിന് ദൈവം പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നല്ല പിടിപാട് യേശുവായിട്ടായിരിക്കട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ 4 ലോക രാജ്യങ്ങൾ 800 കോടി ജനം, എല്ലാ മത സാമൂഹ്യ സാംസ്കാരിക മീഡിയ സയൻസ് എഞ്ചിനീയർമാർ അടക്കം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും, എല്ലാ ലോകരാജ്യ രാഷ്ട്ര നേതാക്കന്മാരെയും, എല്ലാ മേഖലയിലേക്ക് ജനത്തെ ശൈശവത്തിൽ ബാലിക കൗമാരി യുവനത്തിൽ വാർത്തയിൽ അൻപുറത്തിലക്ഷണ യാചകർ, ഓർഫനേജ്, തടവറയിലായിരിക്കുന്നത് കേരളത്തിലെ 3 കോടി ജനങ്ങൾ, തലമുറ 5 സ്ഥാനത്തുള്ള ആളുകൾ, 245 കോടി ജനത്തിൽ ലോകരാജ്യം 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമി സകല ജനവും മാനസാന്തരവും മടങ്ങി വന്ന് ആമി ക്രിസ്തുവിന്റെ രോഗമേറ്റുകൊണ്ട് ക്രിസ്തുവിനെ പഠിച്ച് കർത്താവിനെ സുന്ദർശിതാംബിതമായി നിത്യതയിൽ കാണപ്പെടുവാൻ ജനത്തിന്റെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് വിട്ടപ്പെടണമേ. മാനസാന്തര സകല ജനത്തെ കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.